ഇപ്പം ഞങ്ങൾ തോറ്റത്, ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് 3 മണ്ഡലങ്ങളാണല്ലോ. കോങ്ങാട്, തൃത്താല, അതുപോലെ ചിറ്റൂർ. ഈ 3 മണ്ഡലങ്ങളിലെ തോൽവിയും നല്ല നിലയ്ക്ക് പരിശോധന നടത്തും. എവിടെയാണ് ഞങ്ങൾക്ക് ഇതിലെ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളത്, ആ വീഴ്ച എങ്ങനെ വന്നു എന്നുള്ളത് വസ്തുതാപരമായി ഓരോ ബൂത്തുകളിലും ഞങ്ങൾ പരിശോധന നടത്തും. അത് അങ്ങനെയൊന്നുമില്ല. പാർട്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തൃത്താലയുടെ വോട്ടിൻ്റെ പാറ്റേൺ ഒന്ന് പരിശോധിച്ചാൽ പോളിങ്ങിന് ശേഷം ഞങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷിച്ച വോട്ടിൽ നിന്ന് 1500 വോട്ടിൻ്റെ കുറവുകളാണുള്ളത്. എന്നാൽ കോൺഗ്രസിന് വോട്ട് വർദ്ധിച്ചു. അതിനൊക്കെ SIRമായി ബന്ധപ്പെട്ട് അവിടെ ചേർത്തിയ വോട്ടും പിന്നെ ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേകതയുണ്ട്. അത് ഞാൻ വിശദമായി ഇപ്പോൾ പറയുന്നില്ല. അതുണ്ട്, അത് ഞങ്ങൾ പരിശോധിച്ച് വരികയാണ്. അപ്പോൾ അതെല്ലാം നന്നായി തന്നെ അടിത്തട്ടിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഞങ്ങളിപ്പോൾ DC ഒക്കെയാണല്ലോ ഇപ്പോൾ ഒരു ഇതിൻ്റെ ഭാഗമായി ഒരു പ്രാഥമിക ചർച്ച എന്ന നിലയ്ക്ക് നടത്തിയിട്ടില്ല. പ്രാഥമിക ചർച്ചയാണ് നടത്തിയിട്ടുള്ളത്, ആഴ്ന്നു പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എല്ലാ ഘടകങ്ങൾ, താഴെ തട്ട് വരെയുള്ള ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടും. അതിനനുസരിച്ച് ഞങ്ങൾ അത് പരിശോധിച്ച് അയാളുടെ അഭിപ്രായം നിങ്ങൾ കേട്ടതല്ലേ. ചിലപ്പോൾ ഞാൻ പറയട്ടെ, അതിൽ ഇപ്പോൾ ഞാനിപ്പോൾ എന്നെക്കുറിച്ച് എന്താ പറയുക, ഒരാൾക്ക് അങ്ങനെ പറയാൻ അവകാശമുണ്ട്. ആ പറഞ്ഞതിനിപ്പോൾ ഞാനത് എന്താ ചെയ്യാൻ പറ്റുക? ഞാനത് ചെയ്യാൻ പറ്റില്ല. അല്ല, പരിഹരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതല്ല, അത് എനിക്ക് കൂടി ബോധ്യം വരണം. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അയാളുടെ ബോധ്യത്തിൽ എനിക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അയാൾക്ക് അങ്ങനെ തോന്നി എന്നുള്ളത് കൊണ്ട് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പത്രപ്രവർത്തകർക്ക് എന്നെക്കുറിച്ച് ഒരു തോന്നലൊരു ദിവസം വരികയാണ്, എന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് ആ ചോദ്യം ഇങ്ങനെ ചോദിക്കാമെന്നല്ലാതെ നിങ്ങളുടെ രീതിക്കനുസരിച്ച് മാറുക എന്നുള്ളതല്ലല്ലോ. അതുപോലെ തന്നെ എല്ലാവർക്കും ഇപ്പം നമ്മളെ ബോധ്യപ്പെടണമെന്നില്ല. നമ്മുടെ പെരുമാറ്റത്തിലോ നമ്മുടെ സംസാരത്തിലോ ഒരുപക്ഷെ ബോധ്യപ്പെടണമെന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പരിശോധിക്കേണ്ട കാര്യം ഒന്നേ ഉള്ളൂ. അതെൻ്റെ പാർട്ടിപരമായി സംഘടനാപരമല്ലാത്ത എന്തെങ്കിലും കാര്യം ഞാനവിടെ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ പരിശോധിച്ചാൽ അത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ തിരുത്തണമെന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള അവകാശവാദം അതൊന്നും എന്നെ ബാധിക്കുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് അവർ പറയുന്ന കാര്യം അത് പുച്ഛത്തോടു കൂടി തള്ളുന്നതല്ല. മനസ്സിലായി? അയാളുടെ ഒരു കാഴ്ചപ്പാടിൽ അയാൾക്കത് തോന്നിയിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ് തോന്നിയത് അയാളോടാണ് ചോദിക്കേണ്ടത്. ഞങ്ങളെക്കാളും ആ കാര്യത്തിൽ ബോധ്യം നിങ്ങൾക്കാണ് ഉള്ളത്. കാരണം അവർ വന്നതും പോയതും നിങ്ങളെ കണ്ടിട്ടുള്ളൂ. അതെ, നിങ്ങളുടെ ഇതൊന്നും നമ്മളിപ്പോൾ ഇതൊരു പാർട്ടി, ഞങ്ങളുടെ ഒരു പാർട്ടി സംഘടനാ രീതിയല്ല. ഒരു കത്ത് കൊണ്ട് തരിക, എന്നിട്ട് നേരെ വന്നിട്ട് നിങ്ങളെ കാണുക, എന്നിട്ട് ഒരേപോലെ കാര്യം പറയുക, അതൊരു സംഘടനാ രീതി. ഞങ്ങൾക്ക് ഒരു പാർട്ടി അംഗത്തിന് പറയാനുള്ള ഏത് കാര്യം, ആരെ വിമർശിക്കാനുള്ള ഒരു അവകാശമുള്ള അവർക്ക് ഉള്ളൊരു ഘടകമുണ്ട്. പാർട്ടി മെമ്പർമാരുടെ ഘടകം എന്ന് പറയുന്നത് ബ്രാഞ്ചാണ്. അതിൻ്റെ മുകളിലാണ് പിന്നീടുള്ള എല്ലാ ഘടകങ്ങളും. ആ ഘടകങ്ങൾ വിശദമായി പറയാം, ഏത് കാര്യം പറയാം. ആ കാര്യത്തിൽ ഞങ്ങളൊക്കെ തിരുത്തേണ്ടതാണെങ്കിൽ അവർക്ക് നന്നായി അങ്ങനെയൊക്കെ പറഞ്ഞും തിരുത്തിയിട്ടല്ലേ ഞങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തിയത്. ഞാനൊരു സുപ്രഭാതത്തിൽ ജില്ലാ സെക്രട്ടറി കച്ചേരിയിൽ വന്നിരുന്നതാണോ? പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടും LC സെക്രട്ടറി ആയിട്ടും ഏരിയ സെക്രട്ടറി ആയിട്ടും ജില്ലാ സെക്രട്ടേറിയറ്റിലൊക്കെ പ്രവർത്തിച്ച് ഈ കാലയളവിൽ എന്തെല്ലാം കേട്ടിട്ടുണ്ടാവും, എന്തെല്ലാം പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് പോരായ്മ വന്നിട്ടുണ്ടാവും. എനിക്ക് ആ പോരായ്മകളൊക്കെ ഞങ്ങളുടെ സഖാക്കൾ ഞങ്ങളെ സ്നേഹത്തോടുകൂടി വിമർശിക്കുമ്പോൾ ഏറ്റവും നല്ലത് സഖാക്കൾ വിമർശിക്കുന്നവരാണ് നമ്മളോട് സ്നേഹം കാണിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. സഖാക്കൾ നമ്മളെ നന്നായി വിമർശിച്ചാൽ അവൻ ഈ പാർട്ടിയോടും നല്ല കൂറുണ്ട്, പാർട്ടിയെ നയിക്കുന്ന ഞങ്ങളോടും നല്ല കൂറുണ്ട് എന്നർത്ഥം. ഇപ്പം എനിക്കൊരു വീഴ്ച വന്നു, ആ വീഴ്ച ഒരാളും ചൂണ്ടിക്കാണിക്കുന്നേ ഇല്ല. അയാൾക്ക് യഥാർത്ഥത്തിൽ എന്തില്ല, പാർട്ടി നന്നാവണമെന്നുമില്ല, ഇയാൾ നന്നാവണമെന്നുമില്ല. അപ്പോൾ വ്യക്തിപരമായി നേതാവും നന്നാവണ്ട, അല്ലെങ്കിൽ നയിക്കുന്ന സഖാവും നന്നാവണ്ട, പാർട്ടി നന്നാവണ്ട. വിമർശിക്കുന്നവരാ ഈ പാർട്ടിയെ
ഏറ്റവും നന്നായി മുന്നോട്ട് നയിക്കുന്നത്. പക്ഷേ ആ വിമർശനം പാർട്ടി ഫോറത്തിലെ ഘടകങ്ങളിലോ അല്ലാണ്ട് അവിടെയാണ് സ്നേഹമാണെന്നോ കരുതലാണെന്നോ കരുതാൻ കഴിയും. അല്ല, ഞാൻ പറയുന്നത് അതൊരു സംഘടനാ രീതിയല്ല, അത് പാർട്ടി രീതിയല്ല. ആ പാർട്ടി രീതിയിൽ അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അതല്ല ഞങ്ങളുടേതായിട്ടുള്ള രീതിക്ക് പരിശോധിച്ചു.